ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. തണുപ്പ് വന്നെന്ന് വിചാരിച്ചു, പക്ഷെ തണുപ്പ് ഇല്ലയോ, ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് നല്ല ചൂടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രാവിലെ ഇങ്ങനെ ഒരു വാക്കിങ്ങിന് വന്നതാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഈ സ്ഥലത്തോട്ട് വന്നത്. പക്ഷെ അവിടുത്തെ കാര്യങ്ങളതൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വെള്ളമൊക്കെ ഇറങ്ങിയല്ലോ ഇതിനകത്ത്. അതെ, അപ്പച്ചൻ പണ്ടേ അത് എനിക്ക് വന്ന് 2 മാസം മുമ്പ് എന്തൊരു ഒഴുക്കായിരുന്നു അറിയാം ഇവിടെ എല്ലാം. അങ്ങോട്ട് പോകണ്ട കേട്ടോ, അതോട്ട് തിക്കട്ടെ. അങ്ങനെ നാട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ കുറച്ച് 2 മാസത്തേക്ക് വന്നില്ല. അതെ, ഇപ്പം രണ്ട് മാസമായി ഇപ്പം വന്നിട്ട്. ഇപ്പം പിള്ളേർക്ക് അവധി തുടങ്ങി. അപ്പം പിന്നെ ഇവിടെ ഇവിടെ ഈ ഷോപ്പ് ഒത്തിരി നാളായിട്ട് തുറക്കാതിരുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഫങ്ഷൻ മാത്രം അതേ ഉള്ളൂ. അത് ഓപ്പൺ ചെയ്ത് ഇന്ന് മൊത്തം ആൾക്കാർ വന്നു, മീൻ പിടിക്കാനുള്ള ആൾക്കാർ. പിന്നെ വേറൊരു കാഴ്ച ഉണ്ടായിരുന്നു. വാ, അവിടെ ഇന്നുണ്ട് ഒരാൾ പെയിന്റ് ചെയ്യുന്നുണ്ടോ? അവിടെ നമ്മൾ ഈ റിവറിന്റെ എനിക്ക് തോന്നുന്നു അതാ തോന്നുന്നു പെയിന്റ് ചെയ്തതെന്ന് തോന്നുന്നു. അവരെ പോയി ശല്യപ്പെടുത്തണം നമുക്ക്. തണുപ്പായതുകൊണ്ട് ഇപ്പൊ അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തോന്നുന്നു. തണുപ്പ് തുടങ്ങി, ആൾക്കാരുണ്ട്, വരും. ഇവരുടെ മെയിൻ ആക്ടിവിറ്റി ആണ് ഇതുപോലുള്ള ക്യാരവനൊക്കെ. ക്യാരവൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം, അവിടെയും പിക്ചർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ന് എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ. ആർട്ടിന്റെ അതാണ് ആർട്ട് വർക്ക്ഷോപ്പ്, അതാണ്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല. ബാഡി വരാന അത് തിരിച്ചു വരുമ്പോ എടുക്കുക. അങ്ങോട്ടെല്ലാം ഉണ്ട്. അതാണ് ഇന്ന് സമയം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജഡ്ജസ് ഒക്കെ വരുമെന്ന് തോന്നുന്നു. ഓരോരുത്തരും ഓരോ സീനറി എടുത്തേക്കുവാന്ന് തോന്നുന്നു കേട്ടോ. നല്ല പരിപാടി അത്, കൊള്ളാം. ഇത് പഴയ ലാൻഡ് റോവർ. അവരെ ശല്യപ്പെടുത്തണ്ടവരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളർ ചെയ്യുന്നത്. അതെ, എന്താ അടിപൊളിയായിട്ട് ഒരു പെയിന്റ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഓരോ സീനറി എടുത്തോണ്ടിരിക്കുക. അതെ, ഇപ്പുറത്തല്ലോ. അപ്പച്ച സ്റ്റാർട്ട് ചെയ്തല്ല, അമ്മച്ചി വരച്ചിട്ടുണ്ടാവും. അതുപോലെ ഇരിക്കുന്നില്ലേ. പക്ഷെ അവരൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ തുടങ്ങിയതുള്ള കോമ്പറ്റീഷനാ. ഓരോരുത്തർ നല്ല പരിപാടി അല്ലേ. ആർട്ട് ഷോ, അതിന്റെ ഭാഗമായിട്ട് കുറെ പേര് ഇവിടെ വന്നിരുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സീനറീസ് അവർ എടുക്കുന്നു. ഇവിടെ ഉള്ളു, അത്രേ ഉള്ളു. ഈ ഒരു വ്യൂ ആണ് അവരെടുക്കുന്നത്. ഇവിടെ നമ്മള് നേരെ കാണാൻ അതിമനോഹരമാണ്, സൂപ്പറാണ്. ഇതാണ് ഓരോ സ്ലോട്ട് അവരെടുത്ത് അവർ പെയിന്റ് ചെയ്യുന്നത്. അവരോരോ ഇത് പോയിട്ട് നിന്നിട്ട് നമുക്ക് അത്രയും അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചോണ്ടാണ്. കണ്ട് സൂപ്പറായിരുന്നു. പക്ഷെ നമുക്ക് അന്നേരം അവിടെ അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ചോണ്ടാണ് അധികം അവരുടെ ക്ലോസ് പോയായിരുന്നത്. അതൊക്കെ കഴിവാണ് അല്ലേ, ഒരു പെയിന്റ് ചെയ്യാനുള്ള കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, എല്ലാം എനിക്ക് തോന്നുന്നു 80+ ആണ്. 80+
ആണല്ല, അല്ലെങ്കിൽ എന്തായാലും 70+ ആണ്. ആദ്യം കണ്ട പുള്ളിക്കാരി അത്ര ഏജ് ഇല്ലായിരുന്നു. പക്ഷെ ഇവര് മറ്റവരൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. അമ്മച്ചിയാണെങ്കിൽ വരച്ചത്. അതെ, ഞാൻ കണ്ട 2 മരങ്ങള് അതവര് വരയ്ക്കുന്നത് അത് സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ മൂത്തിലെ ആ സീനറി ഉണ്ട്, മലയുടെ മേളിൽ. അത് നമ്മുടെ ഹോസ്പിറ്റലായിട്ടോ. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, ഒരു വാട്ടർ ടാങ്ക്. അവിടെ നമ്മുടെ ഹോസ്പിറ്റല്. രാവിലെ കണ്ടോ ഈ വാട്ടർ ടാങ്ക്? വാട്ടർ ടാങ്കിന്റെ അവിടെയാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട്. കാണുമ്പോ അടുത്താന്നേ ഉള്ളു, പക്ഷെ നല്ല ദൂരമുണ്ട്. ഈ മരങ്ങളൊക്കെ കണ്ടോ ചേച്ചി? ആ മരത്തിൽ കണ്ടോ ഒരു പാനിരിക്കുന്നു? അതാരോ തലയരച്ച പാന അല്ലേ? അതാരോ അതിനകത്ത് കയറി കൊണ്ട് ഫിക്സ് ചെയ്തേക്കുന്ന. അവിടാണ് ഒരു അതിവിശാലമായ ഹോഴ്സ് റേസിങ്ങിനുള്ള ഗ്രൗണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എന്നെ മുറിച്ച് വീട് പണിക്ക് ഉപയോഗിച്ചേനെ. പക്ഷെ വീട് പണിക്കൊന്നും ഉപയോഗിക്കാൻ കൊള്ളത്തില്ലായിരിക്കും, മുറിച്ച് വിറ്റേനെ. അത് UK നമ്മൾ കണ്ടുണ്ടോ, അവർ ഈ കാടൊന്നും അധികം വെട്ടി നശിപ്പിക്കത്തേ ഇല്ല. അവർ കാടിൻ്റെ നടുക്കൂടാണ്, നേച്ചർ എപ്പോഴും കീപ്പ് ചെയ്തിട്ടാണ് അവരതിൻ്റെ നടുക്കൂടൊക്കെയാണ് റോഡുകൾ പണിഞ്ഞേക്കുന്നത്. മരങ്ങളെ ഒന്നും തൊടത്തേ ഇല്ല. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഗ്രീനറിയും ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ് നമുക്ക് ആ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ. ഈ സൈഡില് നമ്മുടെ ഒരു ചെറിയൊരു ഫാം സെറ്റപ്പാണ്. അതെ, ഇവിടെ തൊഴുത്തുകളിലൊന്നും പശുക്കളെ ഒന്നും കൊണ്ടുപോകത്തില്ല. ഇവര് ജസ്റ്റ് ഈ പ്ലോട്ടുകളിൽ നിൽക്കത്തേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നത് കാലങ്ങളായിട്ട് ഇവർ ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് തന്നെ ആൾക്കാർ ഇത് വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന അങ്ങനെ കൊണ്ടുപോകത്തേ ഉള്ളൂ. ഇവിടെ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയേ ഇല്ല ഇവിടെ. രാവിലെ ഇറങ്ങിയാൽ ഇങ്ങനെ മനോഹരമായ കുറേ കാഴ്ചകൾ കാണാം, വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ. ഇത് നമ്മുടെ തണുപ്പിന് തൊട്ട് മുമ്പുള്ള ഇതാണ്, ഓട്ടം ക്ലൈമറ്റാണ് ഇപ്പോൾ. ഇതെല്ലാം ഇനി നോക്കിയോ, ഒരു 2 weeks ആകുമ്പോൾ ഇലയെല്ലാം മഞ്ഞ കളറാവും. എന്നിട്ട് ഇതെല്ലാം കൊഴിഞ്ഞു പോകും. മഞ്ഞ കളറും ഒക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. നമുക്കൊരു അടിപൊളി ഒരു ഫീൽ ചെയ്യാം. ഫസ്റ്റ് ടൈം നമ്മളിവിടെ വന്ന സമയത്ത്, ഈ സമയത്താണ് വന്നത്. അന്ന് വന്ന സമയത്ത് നമ്മൾ നല്ലൊരു ഒരു സീനറിയാണ് അതെല്ലാം. നടക്കാൻ പോയപ്പോ അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. തിരിച്ചു പോകുമ്പോൾ ഏത് അവസ്ഥയെന്നോ നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ നോക്കാം. ഉറപ്പില്ല, അവരെ ശല്യം ചെയ്യില്ല. അതുകൊണ്ടല്ലേ All right. Thanks for all your support and help and kind words and jokes and വണ്ടി വാ ഇങ്ങോട്ട്. അടിപൊളിയായിട്ട് ഒരു പിക്ചറൊക്കെ എടുക്കുന്നല്ലേ, സൂപ്പർ അല്ലായിരുന്നു? പലരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എന്നാ ഉണ്ടോ? ആ സമയം കാണും. എന്തായാലും ഇതൊരു നല്ല പരിപാടിയായിരുന്നു. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട്, ഹോളിഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ. എല്ലാവരും വണ്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്യാമ്പിങ് നോക്കുവാണ്. ഇതൊരു ഒറ്റ മരത്തിലാന്ന് തോന്നുന്നത് ഇത് ചെയ്തേക്കുന്നത്. ഒരു മരത്തിലാണ് ചെയ്തേക്കുന്നത്.
ഇവിടെ 2 പേര് വരയ്ക്കാനെത്തി. ഇന്നത്തെ ദിവസം ഈ വരയായിരിക്കും മൊത്തം. ഇവരൊക്കെ പ്രൊഫഷണലായിട്ടുള്ള വറുപ്പുകാരാ. പുതിയ ആൾക്കാരെ ഓരോ ദിവസം കൊണ്ടുവരും. ഇന്നെന്ത് ബിയർ അടിച്ചിട്ടിരിക്കുന്നു കേട്ടോ. സാന്റാക്ലോസിനെ കളഞ്ഞ് പുതിയ വന്ന് 3 പേർക്ക് 3 ഗ്ലാസ്സും ഉണ്ട്. എന്തെല്ലാം കാഴ്ചകളാണ്. ഈ മരം പോയിക്കുന്നുണ്ട്. ഈ മരങ്ങളെല്ലാം, ഇതിൻ്റെ ഇലകളെല്ലാം നിറം മാറി തുടങ്ങി. ചിലതിൻ്റെയൊക്കെ എല്ലാം കൊഴിയാൻ വേണ്ടി ഉള്ളതാണ്. ലാസ്റ്റിലത്തെ ഒരു ചിരി എന്ന് പറയത്തില്ല, അതുപോലെ ഒരു കളറ് പോയി കണ്ടത്. അതെ, കൃഷി ആവശ്യത്തിനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും ഇവിടുന്ന് വെള്ളം എടുത്തോണ്ട് പോകുന്നത്. ആ പിന്നെ വെള്ളം ചുമ്മാ ഒഴുകി പോയില്ല, ആൾക്കാർ അത് യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന. വെള്ളം മൊത്തം കയറി കേട്ടോ. ആ ഒഴുക്കും അങ്ങ് കയറുന്ന. ഇനി മീനൊക്കെ പിടിക്കാൻ നല്ല സൗകര്യമായിരിക്കും. അത് മറ്റേ ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ അങ്ങ് ഒഴുകി അങ്ങ് പോവായിരുന്നു. ആ നാട്ടിലോട്ട് കടത്തി വിറ്റാലോ? അതൊക്കെ കടത്തി വിട്ടേക്ക്. പിന്നെ ഇതിനെന്തൊരു വിലയാന്നറിയോ? ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഈ വെള്ള ദൂരെ കണ്ടപ്പോഴേ പ്രാവാന്നാ വിചാരിച്ചേ. പിന്നെ ഇതിനെ കണ്ടപ്പോ അയ്യോ നല്ല മണമുണ്ട് കുതിരയുടെ. ഭയങ്കര സ്ഥലം. മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല വിലയല്ലേ ഇതിന്? പിന്നെ മിഡിൽ ഈസ്റ്റില് ഇതിനല്ലേ മറ്റേ നമ്മള് സൂക്കിലൊക്കെ പോകുമ്പോഴേ കിടക്കുന്നുണ്ടല്ലേ കൂട്ടിലൊക്കെ. അതുകൊണ്ട് ഇവിടൊക്കെ ഇതൊക്കെ ഇതിന് 1 ലക്ഷത്തിന് പുറത്ത് ഇതുണ്ട്. ആ പിന്നെ ഇവിടെ പിന്നെ വേറൊരു പാരറ്റിനെ കണ്ടിട്ടില്ലേ? പല ഒരു റെഡും ഗ്രീനും ആയിട്ടുള്ളതൊക്കെ. ഞാൻ ആദ്യം ഇതിനെ കണ്ടപ്പോഴേ മുയല് പോകണം റോഡ് പോകും. ആദ്യം ഇതിനെ കണ്ടപ്പോഴേ ഞാൻ ചെയ്തേലും വീട്ടിൽ നിന്ന് വന്നായിരിക്കും. പിന്നെ നോക്കുമ്പോൾ അപ്പുറത്തോട്ട് പോയപ്പോ ഒരു കൂട്ടം ഈ നമ്മുടെ വീടിന്റെ സൈഡിന്റെ അവിടെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് കുറെ. അതെ, വൈകുന്നേരം ബഹളം കൊടുക്കും. ഇതുപോലെ ബഹളമാണ്. ഭയങ്കര സൗണ്ടാ ഇത് അല്ലെങ്കിൽ ഇതിന് ഭയങ്കര സൗണ്ടാ. ഇത് ചില സമയത്ത് വൈകുന്നേരമൊക്കെ കഴിയുമ്പോൾ ക്ലൈമറ്റ് നേരെ ഞാൻ വിചാരിച്ചു തണുപ്പായിരിക്കും, അതിനെ വലിയ കാര്യത്തിൽ ജമ്പറൊക്കെ ഇട്ടുകൊണ്ട് വന്നത്. പക്ഷേ തണുപ്പ് പോയിട്ട് ഇപ്പം നല്ല ചൂട്. ഇന്ന് രാവിലെ തൊട്ടേ നല്ല ചൂടായിരുന്നു അല്ലേ? ഇന്ന് ഇത്രയും തണുപ്പില്ല. ഇന്നലെയൊക്കെ നല്ല തണുപ്പായിരുന്നു. തണുപ്പ് തുടങ്ങിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങി, എന്നാൽ അധികമായിട്ടില്ല തരാം. അതെ, പ്രഭാത സമയം നടക്കാൻ വയ്യ ജിൻസി. വെള്ളം വേണം. മറ്റേ നമ്മുടെ UK മൂന്നാറ്. ഞാൻ പോയിട്ടില്ല മൂന്നാറ്. എനിക്കിത് ഇത് കാണുമ്പോൾ എനിക്ക് കൊടൈക്കനാലാണ് ഫീൽ ചെയ്യുന്നത്. കൊടൈക്കനാല് മറ്റേ യൂക്കാലി മരങ്ങളില്ലേ? ഇത് യൂക്കാലി മരമല്ല, ഇത് പൈൻ മരങ്ങളില്ലേ? വാഗമൺ. തിരിച്ച് നടക്കാൻ വയ്യ കേട്ടോ. അയ്യോ, നമ്മൾ സംസാരിച്ചോണ്ട് പോയോണ്ട് അത്ര ഇത് അറിഞ്ഞില്ല. പക്ഷെ ഞാൻ എൻ്റെ പഴയ വീഡിയോ കാണിക്കുക. ഇതിനകത്ത് മൊത്തം ഇതുണ്ടായിരുന്നു. എല്ലാം ഡയറക്ഷൻ മാറി ഒഴുകുന്നു. നോക്കി വെള്ളം കുറവായി.
ഡയറക്ഷൻ മാറി. ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നത് അതെങ്ങനെ ഡയറക്ഷൻ മാറുന്നത്? വെള്ളം പറ്റിയോണ്ട് ഫ്ലോ കുറഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ പുറകിൽ ഒരാൾ ചെയ്യുന്നു. അതെന്താ ജിൻസി? ഇവിടെ എന്തോ സെലിബ്രേഷൻ വേറെന്തോ പരിപാടി ഉണ്ട്. നീ ഇവിടെ നിന്ന് മരമൊക്കെ കളർ ചേഞ്ച് ആയി. ഇവിടെ എന്തോ ചിലപ്പോ ആർട്ടിന്റെ സെലിബ്രേഷന്റെ ബാക്കി. അതാണ് ഇവിടെ കേട്ടോ. ഇവരെല്ലാം പെയിന്റിങ് കഴിഞ്ഞിട്ട് ഇവിടെ ആയിരിക്കും വരുന്നത്. അതായത് എനിക്കറിയില്ല. പരിപാടിയോ ഈ ഫുഡൊക്കെ ഉണ്ടെന്ന് ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു. ബൈബിളിക്കില് ഏപ്രിൽ 9 എന്തോ ഒരു പരിപാടി ഉള്ള പോലെ ഞാൻ കണ്ടായിരുന്നു. ഇല്ല, നമ്മുടെ വീട്ടിൽ വരുന്ന ആ അപ്പച്ചൻ്റെ വല്ലതും ഇത്. ഹോപ്പ് അറ്റ് ദ പാർക്ക്, ഫ്രീ വെൻ ഓൾ വെൽക്കം, 11 AM. ഇത് ക്രിസ്ത്യൻസിന്റെ പരിപാടിയാണ്. ഇതെന്തോ ചാറ്റ് ഗ്രൂപ്പ് അങ്ങനെ കേട്ടോ. ക്രിസ്ത്യൻസിന്റെ ഞാൻ കണ്ടായിരുന്നു. ഹോപ്പ് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഞാൻ വായിച്ചത്. ക്രിസ്ത്യൻസിന്റെ എന്തോ പരിപാടിയാ, എന്തോ ക്രിസ്ത്യൻ ഇതിന്റെ ഒരു പരിപാടിയാണ്. യുകെയിൽ ഇതുപോലത്തെ മരങ്ങളുണ്ട്. ഇതുണ്ട് ഈ കവർ വെച്ചേക്കുന്നത്. ഇത് നീ കവർ കൊണ്ടുവരാൻ മറന്നിട്ടുണ്ടെങ്കിൽ പപ്പിയുടെ അല്ല എന്തോ ഡോഗിന്റെ അപ്പി വാരാനുള്ള അത് കവർ ഇട്ടിട്ട് ബിന്നി കൊണ്ടിടാൻ കൊണ്ട് ഡിസ്കാർഡ് ചെയ്യണം. ഓരോ ബിന്നുകളും വെച്ചിട്ടുണ്ട്. അതെ. അപ്പം ഇതൊക്കെയായിരുന്നു എന്താ വീഡിയോയില്. ഇതിപ്പോ നമ്മള് കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ നടക്കാൻ വന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.